Hello and welcome to Food to See You. This is me, Anne Benjamin, and this is your favorite food show on Kappa TV. So right now we are in Flora International Hotel. Now it's like lunchtime. We had lunch from here, and chef has been waiting there for me. And in the is a surprise for me because I don't know where we are going. I just know the chef arrange ഇവിടുത്തെ ഷെഫ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഇന്ന് വീട്ടിൽ പോകുന്നത് എൽഡോ ആണ് ഷെഫ് എൽഡോ ഈസ് ഇറ്റാലിയൻ സ്പെഷ്യലിസ്റ്റ് യു ഹവ് സീൻ ഇൻ മെനി ടൈംസ് ഓൺ ആർ ഷോ അല്ലേ പുള്ളിക്കാരനാണ് ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത് സോ ഇന്ന് എവിടെ പോകാൻ വേണ്ടി പോകുന്നത് ജോർജ് കുര്യൻ ഇസ് ദ നെയിം ഐ ഡോണ്ട് നോ എനിത്തിങ് എനിക്ക് പുതിയതായിരിക്കും ഐ തിങ്ക് ഇവിടെ വരുന്ന കസ്റ്റമർ ആയിരിക്കും സോ ഐ തിങ്ക് ഷോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ അങ്കമാലിയിലാണ് അവരുടെ വീട് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഡിലേ ഒന്നും ഇല്ലാതെ പോയി ഇന്ന് ഷെഫിനോട് ആരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ കൂടെ ഷെഫ് അനീഷും വരുന്നുണ്ട് അനീഷ് ഓക്കെ പുതിയ വേറെ ആളാണ് നേരത്തെ വന്നിട്ടുണ്ട് യെസ് വന്നിട്ടുണ്ട് ഓക്കെ സോ വിൽ ഗോ ദെയർ ആൻഡ് വിൽ ക്യാച്ച് യു ഇൻ ഹിസ് ഹൗസ് സോ ബൈ വി ഗോണ ഗോ ദെയർ This is actually we are in Angamali right now and town in the nadukku thannaanu this is St. Anne's St. Anne's chartered accountant so I believe this is a chartered accountant family Ariya all right so it's actually a very huge family appam idana George sir alle sir enna parno എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചോ എന്തൊക്കെയാ എൻ്റെ വൈഫ് റെനി ജോർജ് MSW ഓക്കേ ഇത് എൻ്റെ മൂത്ത മകള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഇത് മൂത്ത മരുമകൻ ബിടെക് എഞ്ചിനീയർ ആണ് ഓക്കേ ഇത് എൻ്റെ തൊട്ടപ്പുറത്തെ ഡോക്ടറുടെ വീട്ടിലെ മൂത്ത മോളാണ് ഓക്കേ മോള് എൻ്റെ ഏറ്റവും ഇളയ മോള് അവള് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കും ഓക്കേ നാലാമത്തെ മോള് ഓക്കേ ട്വിൻസില് ഒരാള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഓക്കേ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആണ് പുള്ളിയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് കമ്പനി സെക്രട്ടറി ആണ് എല്ലാരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് 1 2 and 3 and fourth one is studying for CA ഓക്കേ നാല് പിള്ളേർ ഒരാള് വയനാട്ടിലെ ഒരു എൻജോയ് ചെയ്തിരിക്കുകയാണ് അവർ മാരേജ് കഴിഞ്ഞു ആ ഫംഗ്ഷൻ നടത്തി വയനാട് കറങ്ങാണ് ഷെഫിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇത്രയും വലിയ ഫാമിലി ആണ് ഐ മീൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് ലൈക്ക് how was it is college is yours is mine okay അപ്പം അതുകൊണ്ടാണ് ഇവരെല്ലാരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് അത് കഴിഞ്ഞിട്ടാണ് എത്ര ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ഞാൻ ബാങ്ക് ഏജൻസി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി അപ്പോൾ എൻ്റെ പിള്ളേരും ആ പ്രൊഫഷനിലേക്ക് ഞാൻ ഡെവലപ്പ് ചെയ്യിച്ചു കൊണ്ടുവന്നു വളരെ ഡിഫിക്കൽട്ട് ആണ് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചതാണോ അതോ അല്ല എല്ലാവർക്കും ആഗ്രഹം ഒരാളോട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് അല്ല അതുകൊണ്ടാണ് അവരെല്ലാം ഫസ്റ്റ് ക്ലാസ്സിനെ ക്ലിയർ ചെയ്ത് പോയെ ആള് ചാർട്ടേഡ് അക്കൗണ്ടന്റും കമ്പനി സെക്രട്ടറിയും കൂടിയാ ഓക്കെ അവരെല്ലാവരും പുള്ളിയത് കമ്പനി സെക്രട്ടറി കൂടിയാ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമേ ഉള്ളൂ അതിന്റെ ഒപ്പം തന്നെ പഠിക്കാവുന്ന കോഴ്സിന് കമ്പനി സെക്രട്ടറിയും പോസ്റ്റ് അക്കൗണ്ടന്റ് പുള്ളി അത് 3 പാസ്സായാണ് രണ്ടാമത്തെ എന്റെ പരിപാടി മരുമക്കളെ അങ്ങനെ തന്നെ കൊണ്ടുവരുമല്ലേ എന്റെ മൂത്ത മരുമോനും സിയിലേക്ക് വരാൻ പോണം ഇവിടെ വന്നിട്ടാണോ ഫെഡറൽ ബാങ്കിലെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിലെ മാനേജറാണ് CFA ആണ് ബോംബെ CFA ആണ് ട്രൈ ചെയ്യാൻ 3 years മതിയില്ല പേടിച്ച് പഠിക്കുന്ന ഒന്നും വിടുന്നില്ല വേറെ ഓപ്ഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇങ്ങനെ പിടിച്ചാൽ എല്ലാ പേപ്പറും അറിയരുത് നടക്കാൻ പാടില്ല അപ്പം ഷെഫിന് ചോദിക്കാനുണ്ട് എന്തെങ്കിലും ഇത്രയും പേര് ഇവിടെ ഉണ്ട് എല്ലാവരുടെയും ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഇത്രയും പേർക്ക് ഇന്ന് കുക്ക് ചെയ്യാനുള്ളതാണ് ഫുഡ് ഹാബിറ്റ്സിനെ പറ്റി മാത്രമേ ചോദിക്കാനുള്ളൂ അല്ലാതെ സിയെ പറ്റി ഒന്നും ആ കണക്കോ അങ്ങനത്തെ ലൈനിലേക്ക് ഒന്നും എത്തിയ ഒരാളല്ല അതല്ല സാർ ഇവിടെ അങ്കമാലിന് പുറത്ത് ഇങ്ങനെ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ എറണാകുളത്താണോ പോണേ അല്ലല്ല ഞാൻ ഈ അങ്കമാലി സറൗണ്ടിങ്സ് എന്റെ ഇളയ സിസ്റ്റർ അമേരിക്കയിലാണ് അവർ വന്നപ്പോഴേ ഞങ്ങൾ നേരെ ഫ്ലോറയിലേക്ക് വന്നത് അവിടുന്ന് എല്ലാ ഫുഡും കഴിച്ചു ക്രിസ്മസിന്റെ ഈവനിങ്ങിൽ വന്നിട്ടുണ്ടായി അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇളയ ആളിയിലും സിസ്റ്ററും എല്ലാം കൂടെ വന്നപ്പോ ഞങ്ങൾ നേരെ ഫ്ലോറയിലേക്ക് വിട്ടു അവിടെ നിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു അതിനിടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തന്നെ മാറി മാറി കഴിക്കും ഇപ്പൊ ഞങ്ങള് അടുത്ത് ഫ്ലോറയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യണം കാരണം ഞങ്ങൾ പല സ്ഥലത്തും പോയി കഴിക്കാറുണ്ട് മാസത്തിൽ പ്രാവശ്യങ്ങൾ ഔട്ടിങ് ഉണ്ടാവും ചിലപ്പോ ചില മാസങ്ങളിൽ കൂടുതൽ ഔട്ടിങ് ഉണ്ടാവും അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു സ്വഭാവമാണ് ഒന്ന് മാറി മാറി കഴിക്കാൻ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എല്ലാരും ഇവിടെ തന്നെ താമസിക്കുന്നത് ഇല്ല പുള്ളി ദോഹയിലാണ് പുള്ളി മുംബൈ ആണ് രണ്ടുപേരും പുള്ളി കാര്യത്തിൽ ഇവിടെ CA കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ
ഓക്കെ. അവളും ഇവിടെ പ്രാക്ടീസ് ചെയ്യണം, രണ്ടാമതോളം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ദോഹയിലേക്ക് പോകും, അതേപോലെ സിഐക്ക് പഠിക്കും. അപ്പോൾ ഫുഡിന്റെ കാര്യം ചോദിക്കാണ്ട് വേറെ എന്തെങ്കിലും ഇന്നൊരു ഷെഫ് വന്നതാ, യു ക്യാൻ ആസ്ക് ഹിം ടു കുക്ക് സംതിങ് ഫോർ യു ഓൾ ഇഫ് യു ഓൾ വാണ്ട്. നമുക്ക് ആദ്യം ഫ്രിഡ്ജിൽ നോക്കാം, നോക്കിയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം രണ്ടോ മൂന്നോ ഐറ്റം ചെയ്യാം എല്ലാം കൂടെ. എന്നിട്ട് അതിന്റെയും കൂടെ സാറ് ടേസ്റ്റ് അതിന്റെ കമന്റ്സ് ഒക്കെ പറയാം. വീട്ടിൽ വന്ന് ഷെഫ് ഉണ്ടാക്കുമ്പോ എങ്ങനെ ഇരിക്കും, ഫ്ലോറയിൽ ഇതാണോ നോക്കാം. അല്ല എന്തായാലും ഇത്രമാത്രം ഷെഫിനെ ഇത്രമാത്രം എന്റെ മക്കൾ ലൈക്ക് ചെയ്തത് ആദ്യമായിട്ടാ. താല്പര്യത്തോടി കുടുംബം മുഴുവൻ താങ്കളുടെ ഒപ്പം. അത് വളരെ ദൈവാനുഗ്രഹമല്ലേ എനിക്ക്. അല്ല എനിക്ക് പറയാനിരിക്കാൻ പറ്റില്ല, അത് അത്രമാത്രം ഇവരുടെ സംസാരത്തിൽ എനിക്കറിയാം. ഫ്ലോറ ഏറ്റവും ടോപ്പാണെന്നുള്ളില്ല. ആ ഷെഫിനോടുള്ള വലിയൊരു കമ്മിറ്റ്മെന്റ് പിള്ളേര് എപ്പോഴും പല സംസാരത്തിലുണ്ട്. എന്താറില്ല, എല്ലാരും ഷെഫിനെ പറ്റി പൊക്കി പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇളയവളാണ് എപ്പോഴും ആ ഷെഫിനെ ഇത്ര മുഖ്യ ആ ഉണ്ടാക്കി തന്ന പോലെ തന്നെ ഉണ്ടാക്കി എപ്പോഴും പറയാം. അതിന്റെ ഞങ്ങളുടെ കൂടെ അതിന്റെ മെയിൻ ആയിട്ടൊരു പങ്കുവഹിച്ച ആളാണ് അനീഷ്. വളരെ ഇതായി അത് നമുക്കറിയില്ലല്ലോ, നമുക്കിപ്പോ ആ മെയിൻ ലീഡറെ അല്ലേ നമുക്കറിയാം. വലിയൊരു ടീം വർക്കെല്ലാം ഒരിക്കലും നടക്കില്ല നമുക്കറിയാം, അല്ല അത്ര ഭംഗിയായിട്ട് നടക്കില്ല നമുക്കറിയാം. എല്ലാം എന്തായാലും നന്നായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഒരാൾ പോലും ഫുഡിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അത് തന്നെ നമ്മുടെ വലിയ വിജയമാണ് കാണുന്നത്. ഓക്കെ, സോ ഞങ്ങളെങ്കിൽ കിച്ചൺ ഒന്ന് കാണിച്ചോ നോക്കാം. This is the kitchen. നമുക്ക് വേണ്ടി എല്ലാം ഏകദേശം ഒക്കെ റെഡിയാക്കിയെന്നല്ലോ. എല്ലാ പാത്രങ്ങളെല്ലാം തുറന്ന് പൊടി മല്ലിപ്പൊടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എളുപ്പമായല്ലോ പരിപാടി. ഇപ്പം ഫ്രിഡ്ജ് എങ്കിൽ തുറന്ന് നോക്കിയാലോ എന്താന്ന് അതിനകത്താണ് ആദ്യമായിട്ട് നോക്കിക്കോളൂ. നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ളതൊക്കെ എടുക്കാം. എന്തൊക്കെ ഉള്ളത് നോക്കി എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വിളിക്കാം. പോരെ? Okay. Take a small break and come back. By the time we'll be like, I think we'll finalize on what we're going to cook. അല്ലേ ഷെഫ് എന്നെ എല്ലാം ഒന്ന് നോക്കണമെന്ന് തോന്നുന്നു. So we'll come back after a short break and then we'll tell you what is to be done. Meanwhile, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, പക്ഷെ ഇത്രയും പേരുണ്ടായത് നിങ്ങളെല്ലാവരും ഇന്ന് റെസ്റ്റ് എടുത്തോ. ഓക്കെ, ഞങ്ങൾക്ക് ഇന്ന് കിച്ചണിങ് തന്നേക്ക്. V3 will handle it. ഓക്കെ, ധൈര്യമായിട്ട് വയ്ക്കോ.